വാസ്തു വിദ്യാപീഠത്തിന്റെ ജ്യോതിഷ പഠന ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് നാരങ്ങ വിളക്ക് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. രാഹുർ ദശാകാലത്ത് രാഹുർ ദോഷമുള്ളവർക്കാണ് നാരങ്ങ വിളക്ക് കത്തിക്കേണ്ടതായിട്ടുള്ളത്. അതുപോലെ തന്നെ ശനിദോഷകാലത്തും നാരങ്ങ വിളക്ക് കത്തിച്ചു തെളിയിച്ചു കണ്ടിട്ടുണ്ട്. പണ്ട് മുതലേ അഗ്നിയെ ദൈവമായി കാണുന്നവരാണ് നാം. ഋഗ്വേദ കാലം മുതൽക്കേ അഗ്നി അഥവാ സൂര്യൻ കൺകണ്ട ദൈവമായിരുന്നു എന്നാണ്. ഇന്ന് നമ്മൾ നോക്കുന്നത് നാരങ്ങ വിളക്ക് വീട്ടിൽ തെളിയിക്കുന്നത് ഏറ്റവും ഐശ്വര്യപ്രദമാണോ അല്ലയോ, അല്ലെങ്കിൽ എങ്ങനെയാണത് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ്. നിസ്സംശയമായിട്ട് പറയാം, ഏറ്റവും ഐശ്വര്യപ്രദമാണ് ഗ്രഹത്തിൽ അഥവാ വീട്ടിൽ നാരങ്ങ ദീപം തെളിയിക്കുന്നത്. ഇത് രാഹു ദശാകാലത്തും ശനി ദശാകാലത്തും ദോഷദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്കാണ് ഏറ്റവും ഫലപ്രദമായി കാണപ്പെടുന്നത്. വീട്ടിൽ നാരങ്ങ വിളക്ക് തെളിയിക്കുന്നത് അത്യുത്തമമാണ്. വേദങ്ങളിൽ ദേവാലയം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് മനുഷ്യാലയം. വേദങ്ങൾ അഥവാ ഋഗ്വേദം, സാമവേദം, യജുർവേദം, അഥർവവേദം. വേദങ്ങളിൽ ദേവാലയം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് മനുഷ്യാലയവും. ദേവാലയത്തിൽ ദീപം തെളിയിക്കുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് മനുഷ്യാലയത്തിൽ ദീപം തെളിയിക്കുന്നത്. അഗ്നിയെ സാക്ഷിയാക്കിയായിരുന്നു വേദകാലഘട്ടങ്ങൾ മുതൽ ഇന്നുവരേക്കും ആർഷഭാരതത്തിലെ ഓരോ കർമ്മങ്ങളും. സനാതന ധർമ്മത്തിൽ, അതായത് സനാതന സംസ്കാരത്തിൽ, അതായത് ഹിന്ദുമതത്തിൽ തുടങ്ങിയിരുന്നു. അഗ്നേയം യജ്ഞമധ്വരം വിദ്യുത പരിപൂരസി സ ഇദ്ദവേഷു ഗച്ഛതി. ഹേ അഗ്നി, നീ ഉപാസിതനായിരിക്കുന്ന യജ്ഞങ്ങളിൽ അല്ലെങ്കിൽ ഗ്രഹങ്ങളിൽ വിഘ്നങ്ങളില്ല. ആ യജ്ഞം അല്ലെങ്കിൽ ഗ്രഹം സ്വർഗസ്ഥരായ ദേവഗണങ്ങളെ തൃപ്തരാക്കുന്നു എന്നാണ് ഋഗ്വേദത്തിലെ വാക്യം. ഋഗ്വേദത്തിലെ 1-ാം അധ്യായത്തിലെ 4-ാം ശ്ലോകമാണ് ഞാനിപ്പോൾ ഇവിടെ ഉദ്ധരിച്ചത്. അഗ്നേയം യജ്ഞമധ്വരം വിദ്യുത പരിപൂരസി സ ഇദ്ദവേഷ ഗച്ഛതി. ഋഗ്വേദത്തിലെ ആദ്യ മണ്ഡലത്തിലെ ആകെ 191 സൂക്തങ്ങളുണ്ട്. ഇതിലെ ആകെ മന്ത്രങ്ങളുടെ എണ്ണം 1976 എണ്ണമാണ്. ഈ സൂക്തങ്ങളിൽ അഗ്നിയെ ഒരു ദൈവീക വസ്തുവായി കണക്കാക്കുന്നു, അല്ലെങ്കിൽ അഗ്നിയെ തന്നെ ദൈവത്തിൻ്റെ പ്രതിരൂപമായി കണക്കാക്കുന്നു. ഇത് തന്നെയാണ് നാരങ്ങ വിളക്കത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ. നാരങ്ങ ദീപത്തിൻ്റെ അടിസ്ഥാന സങ്കല്പത്തിൽ ഋഗ്വേദത്തിലെ ആദ്യ വിഭജനത്തിൽ ഈശ്വരീയോപാസന, പുരുഷാർത്ഥം, വിദ്യ, ബ്രഹ്മചാര്യം, പണ്ഡിതന്മാരുടെ ശ്രേഷ്ഠത, രാജാവിൻ്റെയും പ്രജകളുടെയും കർത്തവ്യങ്ങൾ, ഈശ്വരൻ്റെയും സൂര്യൻ്റെയും ഗുണങ്ങൾ, വായുവിൻ്റെയും വരുണൻ്റെയും ഗുണങ്ങൾ, വിവിധ രൂപങ്ങൾ, പ്രകൃതിയുടെ വരദാനങ്ങൾ അല്ലെങ്കിൽ പ്രകൃതിയുടെ ഗുണങ്ങൾ, പുരുഷൻ്റെയും സ്ത്രീയുടെയും മതം, സോമലതയുടെ പ്രാധാന്യം, അതിൻ്റെ ഗുണങ്ങൾ, ഇതോടൊപ്പം മിത്രങ്ങളുടെയും ശത്രുവിൻ്റെയും ഗുണങ്ങൾ, ഭക്ഷണത്തിൻ്റെ ഗുണങ്ങൾ തുടങ്ങിയവയും വ്യാപകമായി പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഋഗ്വേദത്തിൻ്റെ ആദ്യ വിഭജനത്തിൻ്റെ ആദ്യ വാക്യങ്ങൾ ഇതുപോലെയാണ്. നമ്മളിപ്പോൾ പറയുന്നത് പോലെയാണ്. അഗ്നിമേളെ പുരോചിതം യജ്ഞസ്യ ദേവമൂർത്തിജം ഹോതാരം രക്തധാമം. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇതുപോലെയാണ്. യാഗത്തിലെ പൂജാരി, ദേവൻ, ഋഷി, ദേവന്മാരെ ആവാഹിക്കുന്നവനും യാഗത്തിൻ്റെ ഗുണം പുരോഹിതന്മാർക്ക് നൽകുന്നവനുമായ അഗ്നിയെ ഞങ്ങൾ ആരാധിക്കുന്നു. ഈ മന്ത്രമോടെയായിരുന്നു ഋഷിമാർ ഓരോ കാര്യങ്ങളും പുണ്യകർമ്മങ്ങൾ തുടങ്ങിയിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ അഗ്നി വീട്ടിൽ തെളിയിക്കുന്നത്, അതായത് ഗ്രഹത്തിൽ തെളിയിക്കുന്നത് നല്ലതാണ്, ഐശ്വര്യപ്രദമാണ്. വീടായാൽ വിളക്ക് വേണമെന്നൊരു ചൊല്ല് കേരളത്തിൽ പഴമക്കാർക്കിടയിൽ തന്നെ നിലനിൽക്കുന്ന ഒരു സംഗതിയാണ്. വാസ്തുശാസ്ത്രവും ദീപവും അഭേദ്യമായ 2 കാര്യങ്ങളാണ്. വാസ്തുവിധിപ്രകാരം ഓരോ ഗ്രഹത്തിലും അഭിവൃദ്ധിയും ഐശ്വര്യവും പകർന്നു നൽകുന്നതിൽ ദീപങ്ങൾക്കുള്ള പങ്ക്, അതായത് അഗ്നിക്കുള്ള പങ്ക് വളരെ വലുതാണ്. രാഹുർ ദോഷത്തിനായി നാരങ്ങ വിളക്ക് ചൊവ്വയും വെള്ളിയാഴ്ചയും രാഹുർ കാലത്തിലാണ് തെളിയിക്കുന്നത്. പ്രത്യേകം ഓർക്കുക, ചൊവ്വയും വെള്ളിയാഴ്ചയും രാഹുർ കാലത്താണ് നാരങ്ങ വിളക്ക് രാഹുർ ദോഷത്തിനായി തെളിയിക്കേണ്ടത്. രാഹുർ കാലത്തിലാണ്. ചൊവ്വ ഉച്ചതിരിഞ്ഞ് 3 മുതൽ 4:30 വരെയും വെള്ളി രാവിലെ 10:30 മുതൽ 12 വരെയുമാണ് രാഹുർ കാലം.
നാരങ്ങ വിളക്ക് തെളിയിച്ച ശേഷം രാഹുർ ഗായത്രി ചൊല്ലുക. ഗ്രഹനിലയിൽ രാഹു ബലാബലത്തെ ഉള്ള അവസ്ഥയിലാണെങ്കിൽ ദോഷദുരിതങ്ങൾ ഏറിയിരിക്കും. അതായത് ഗ്രഹനിലയിൽ രാഹുദേവൻ ബലമില്ലാത്ത അവസ്ഥയിലാണെങ്കിൽ ദോഷദുരിതങ്ങൾ വളരെയധികം കൂടിയിരിക്കുമെന്ന് അർത്ഥം. നാരങ്ങ വിളക്ക് ഗ്രഹത്തിൽ തെളിയിച്ച ശേഷം രാഹുർ ഗായത്രി ചൊല്ലുന്നത് വളരെ ഐശ്വര്യപ്രദമാണ്. ഓം നാഗധ്വജായ വിദ്മഹേ പത്മഹസ്തായ ധീമഹി തന്നോ രാഹുർ പ്രചോദയാത്. ഒന്നുകൂടെ പറയാം. ഓം നാഗധ്വജായ വിദ്മഹേ പത്മഹസ്തായ ധീമഹി തന്നോ രാഹുർ പ്രചോദയാത്. ഓം രാഹുവേ ദേവേ ശാന്തി, രാഹുവേ കൃപയെ കരോതി, രാഹുവേ ക്ഷമയെ അഭിലാഷ. ഓം രാഹുവേ നമോ നമഃ. നവഗ്രഹങ്ങളിലൊന്നായ രാഹു പൊതുവെ അനിഷ്ടകാരിയായിട്ടാണ് അറിയപ്പെടുന്നത്. പക്ഷേ ഗ്രഹനിലയിൽ രാഹു ബലമുള്ള അവസ്ഥയിലാണെങ്കിൽ നല്ല ഫലങ്ങളും അദ്ദേഹം കൊണ്ടുതരും. നിത്യേനയോ ചൊവ്വ വെള്ളി ദിവസങ്ങളിലോ രാഹു സമയത്ത് നാരങ്ങ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് രാഹുദോഷ ശാന്തിക്കുള്ള ഒരു ഉത്തമ മാർഗമാണ്. രാഹുദോഷം മാറാൻ രാഹുകാലത്ത് ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഗ്രഹത്തിൽ നാരങ്ങ വിളക്ക് തെളിയിക്കുന്നത് വളരെ നല്ലതാണ്. നാരങ്ങ വിളക്ക് തെളിയിച്ച ശേഷം ദേവി പ്രീതികരമായ മന്ത്രങ്ങൾ, ലളിത സഹസ്രനാമം എന്നിവ ജപിക്കുന്നത് അത്യുത്തമമാണ്. സാധാരണ വിളക്ക് വഴിപാടുകളിൽ പ്രധാനമാണ് നാരങ്ങ വിളക്ക്. രാഹുദോഷശാന്തിക്കായി ദേവീ ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്ന വഴിപാടാണിത്. ഭവനത്തിൽ നാരങ്ങ വിളക്ക് തെളിയിക്കാമോ എന്ന് സംശയം വരാം. എന്നാൽ അതീവ ഭക്തിയോടെ ഭവനത്തിൽ നാരങ്ങ വിളക്ക് തെളിയിക്കുന്നതും അതിനു മുന്നിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതിലും യാതൊരു തെറ്റുമില്ല എന്ന് ആചാര്യന്മാർ വിധിച്ചിരിക്കുന്നു. ഭക്തൻ നേരിട്ട് സമർപ്പിക്കുന്ന ഒരു ഹോമത്തിന്റെ ഫലമായാണ് നാരങ്ങ വിളക്ക് തെളിയിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഉദ്ദിഷ്ട കാര്യസാധ്യക്കായും വിവാഹ തടസ്സം നീങ്ങുന്നതിനും നാരങ്ങ വിളക്ക് തെളിയിക്കുന്നത് ഉത്തമമത്രേ. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഇത് സവിശേഷമാണ്. കബഡി പ്രശ്നം, സമയപ്രശ്നം, ജാതകം, ശത്രുദോഷം, ആഭിചാരം, വിഘ്നദുരിതങ്ങൾ, കാലതാമസം, വിവാഹപ്പൊരുത്തം, സമയദോഷം, വിവാഹ മുഹൂർത്തങ്ങൾ, ജ്യോതിഷപരമായ എല്ലാ കാര്യങ്ങൾക്കും നമ്മെ വിളിക്കേണ്ട നമ്പർ 9553049953. ഒപ്പം നമ്മുടെ ചാനൽ ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. ഇത്രയുമാണ് നാരങ്ങ വിളക്കിനെ പറ്റി നമുക്ക് പറയുവാനുള്ളത്. രാഹുദോഷം അനുഭവിക്കുന്നവരും ശനിദോഷക്കാരും നാരങ്ങ വിളക്ക് നമ്മുടെ ഗ്രഹത്തിൽ തെളിയിച്ച്, അതായത് അമ്പലത്തിൽ തെളിയിക്കുന്നതിൽ കുഴപ്പമില്ല,